ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സർ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗി കൊണ്ടുള്ള ഒരു സ്മൂത്തിയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തിട്ട് വരാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. തിളച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിവിടെ ഇരുന്ന് ചൂടാവട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് റാഗി പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ റാഗി പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് റാഗി. ഇതിൽ അയണും വൈറ്റമിൻ ഡിയും അമിനോ ആസിഡും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇത് തിക്കായി വന്നോളും. റാഗിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറുക്കിയെടുത്ത റാഗിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 10 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈന്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ഞാനത് മറന്നുപോയതാണ്. ഇനി ഞാൻ ഇതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. റാഗി മിക്സ് ഇവിടെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റാഗി കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാരറ്റ് ഉള്ളതുകൊണ്ടിട്ട് ശരീരത്തിന് കളർ വെക്കാനും ഈ ഡ്രിങ്ക് യൂസ്ഫുള്ളാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.